ഇപ്പോൾ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ പ്ലാനിങ്ങിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഈ അപകടങ്ങളുടെ കാരണം. ഇതിപ്പോൾ ഉറങ്ങിപ്പോയി എന്നുള്ളത് അതെല്ലാവരും യാത്രക്കാരോട്, എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ ട്രാഫിക് രംഗത്ത് പരിചയമുള്ള വ്യക്തികളുണ്ട്, അവരെ കൊണ്ട് സുദീർഘമായ ചർച്ചകളല്ല, ചെറിയ ചെറിയ ചില ക്ലിപ്പുകൾ. നിങ്ങൾ ഉറക്കം വന്നാൽ ഉറങ്ങിയിട്ട് വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തി ഒരു കട്ടൻ ചായ എങ്കിലും കുടിച്ചിട്ട് വണ്ടി ഓടിക്കണം, ഇത്തരം കാര്യങ്ങൾ പറയിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. സിനിമാ താരങ്ങളെ ഒന്നും കിട്ടിയിട്ട് വേണമെന്നില്ല. പിന്നെ നിങ്ങൾ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ഒരു ക്ലിപ്പ് ചെറുതായിട്ടൊന്ന് എടുക്കുക, എല്ലാ ചാനലും എടുത്തിട്ട് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യം. ഇപ്പോൾ നമ്മളിപ്പോൾ കോന്നിയിൽ കണ്ട അപകടം എന്തുകൊണ്ടാണ്? ഉറങ്ങിപ്പോയാൽ ഒരു അല്പം മുമ്പേ ഒരു ചായ കുടിക്കുകയോ ഒന്ന് നിർത്തുകയോ ഉറക്കം വന്നാലൊന്ന് ഇറങ്ങി അവിടെ വണ്ടി ഒതുക്കിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വണ്ടി എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളൂ. ഒരുപാട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഒരു ചെറിയ വലിയ പ്രമാണിമാരെ അന്വേഷിച്ചുകൊണ്ട് സാധാരണക്കാരെ കൊണ്ട് പറയുകയാണ് ചെയ്യരുത് എന്ന് പറയുന്ന പോലെയേ ഉള്ളൂ. അപ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓരോ വിഷയം, ഉദാഹരണത്തിന് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം എന്ന് പറയുക, സാധാരണക്കാരെ തന്നെ പറയുക. ഉദ്യോഗസ്ഥന്മാരെയും സിനിമാ താരങ്ങളെയും ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. ഏറ്റവും സാധാരണക്കാരായ ആളുകളെ കൊണ്ട് നമ്മൾ ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞാലും മതി, നമ്മളിങ്ങനെ ചെയ്യണം. അദ്ദേഹം ഓടിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു കുറ്റത്തെക്കുറിച്ച് ഇന്ന ചെയ്യാൻ പാടില്ല എന്ന് അവരെ കൊണ്ട് പറയിച്ചാൽ, നമുക്ക് നിങ്ങൾ എന്തെങ്കിലും ന്യൂസ് കവർ ചെയ്യാൻ പോകുന്ന സമയത്ത് കിട്ടുന്ന വ്യക്തികളെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കൊടുത്താൽ വളരെ നന്നായിരിക്കും. പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഒരു നല്ല കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവമുണ്ട് മലയാളിക്ക്. അതൊരു പക്ഷേ വലിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. രാത്രി ഉറക്കം വന്നാൽ ഒരു ലോറി ഡ്രൈവറോട് ചോദിക്കാം, ഉറക്കം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറക്കം വന്നാൽ ഞാൻ നിർത്തും, ചായ കുടിക്കും, അല്ലെങ്കിൽ അവിടെ ഇറങ്ങി നിന്നിട്ട് പിന്നെ ഉറങ്ങും, അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് വണ്ടി എടുക്കും, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വണ്ടി എടുക്കും. ഇതൊക്കെ ഒന്ന് പറയിച്ചാൽ വളരെ നന്നായിരിക്കും. അത്തരത്തിലൊരു ഒരു ബോധവൽക്കരണമാണ്. കാരണം അത് ചാനലുകളിലൂടെ നിരന്തരമായി വാർത്താ ചാനലുകൾ കാണുമ്പോൾ അതിലൂടെ ഇങ്ങനെ ഇത്തരം ചില ക്ലിപ്പിങ്ങുകൾ വന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് ട്രാൻസ്പോർട്ട് ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ്. ചാനൽ എഡിറ്റർമാരും എഡിറ്റോറിയൽ ബോർഡും ഇക്കാര്യത്തിലൊരു ഡിസ്കഷൻ നടത്തി നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ, ഇപ്പോൾ ചില കുട്ടികളെ കൊണ്ട് പറയിക്കാം, അല്ലെങ്കിൽ മുതിർന്നവരെ കൊണ്ട് പറയിക്കാം. അങ്ങനെ ഒരു സംഭവം ചെയ്താൽ വലിയൊരു ബോധവൽക്കരണം ഉണ്ടാകും. അതിനുവേണ്ടി സഹായിക്കണമെന്ന് നിങ്ങളുടെ ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. പല അപകടങ്ങൾക്കും കാരണം ഉറക്കം, വാഹനം ഓടിക്കുന്ന ആൾക്ക് ഉറക്കം വരുന്നു, അപ്രതീക്ഷിതമായി അപകടം ഉണ്ടാകുന്നു എന്നതാണ് ഗതാഗത മന്ത്രി നേരത്തെ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞത്. ഇപ്പോൾ പ്രാഥമികമായി മോട്ടോർ വാഹന വകുപ്പ് ഈ അപകടത്തെക്കുറിച്ച്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. വീടിന് തൊട്ടടുത്ത് 7 കിലോമീറ്റർ ദൂരെ വെച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്.